സ്പെക്ട്രോസ്കോപ്പി, അതിൽ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. ബേസിക്കലി ഫസ്റ്റ് വാട്ട് ഈസ് സ്പെക്ട്രോസ്കോപ്പി എന്നുള്ളതാണ്. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എ മാറ്റർ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമുക്കറിയാം വേവ്സ് പോലെ ഇരിക്കും, വിച്ച് ഈസ് ഹാവിങ് 90 ഡിഗ്രിയിൽ ഒരിടത്തൊരു ഇലക്ട്രിക് റീജിയൻ ഉണ്ടാവും, ഒരിടത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെയുള്ള റേഡിയേഷൻസിനാണ് ഇ എം റേഡിയേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയും. എക്സാമ്പിൾസ് അറിയാം നമുക്ക്, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്, ഈ പറഞ്ഞ അതെല്ലാം ഗാമ റേസ്, എക്സ് റേസ് എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ എക്സാമ്പിൾസ് ആണ്. ഇവരെ വെച്ചിട്ട് ഒരു മാറ്ററിൽ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൽ ഇവര് വന്ന് വീഴുമ്പോൾ ആ മാറ്ററിന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ മോളിക്യൂളിന് ഉണ്ടാവുന്ന ചേഞ്ചസ്, അതൊക്കെ വെച്ചിട്ട് ആ മോളിക്യൂളിനെ സ്റ്റഡി ചെയ്യുന്നൊരു ടെക്നിക്കിനാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ഹൗ മാറ്റർ അബ്സോർബ്സ്, എമിറ്റ്സ് ഓർ സ്കാറ്റേഴ്സ് ലൈറ്റ് or other forms of radiation, providing detailed information about the structure, composition and properties of substance. ഇത്രയും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട്. ഇപ്പം നമുക്കൊരു അൺനോൺ കോമ്പൗണ്ട് കിട്ടുവാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിലെന്തൊക്കെ ഏതൊക്കെ ആൾക്കാരുണ്ട്, ഏതൊക്കെ ഗ്രൂപ്പ്സ് ഉണ്ട്, അതുപോലെ അതിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. ഒരുപാട് ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയാണ്. യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് തന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് അൾട്രാവയലറ്റ് റേസും വിസിബിൾ റേസ്, അതായത് ആ ഒരു വേവ് ലെങ്ത് റേഞ്ചിലുള്ളത് ഏകദേശം ഒരു 200 നാനോമീറ്റർ ടു 800 നാനോമീറ്റർ റേഞ്ചിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സ്പെക്ട്രോസ്കോപ്പിയാണ് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയും. യൂസസ് അൾട്രാവയലറ്റ് ആൻഡ് വിസിബിൾ ലൈറ്റ് ടു സ്റ്റഡി ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഇൻ ദ മോളിക്യൂൾസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കിക്കോളാം. ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് നമ്മൾ, ഇലക്ട്രോണിക് ട്രാൻസിഷൻസിന്റെ ബേസിസിലാണ് നമ്മൾ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി നോക്കുന്നത്. ആപ്ലിക്കേഷൻസിൽ മെയിൻ ആയിട്ട് വരുന്ന ക്രോമോഫോർസ് ഐഡന്റിഫൈ ചെയ്യണം. ക്രോമോഫോർ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും, ഒരു സ്പെസിഫിക് ഗ്രൂപ്പ്സ് ആയിരിക്കും ക്രോമോഫോർസ്, അത് ഐഡന്റിഫൈ ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു സാമ്പിളിന്റെ കോൺസെൻട്രേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് യു വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള ഇൻഫ്രാറെഡ് ആണ്. ഇൻഫ്രാറെഡ് നമുക്ക് വൈബ്രേഷണൽ ട്രാൻസിഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, മോളിക്യൂൾസിലെ വൈബ്രേഷണൽ ട്രാൻസിഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് IR സ്പെക്ട്രോസ്കോപ്പി. അവിടെ യൂസ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് റേസ് ആയിരിക്കും. ഇതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ആണ്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുണ്ട്. അതുപോലെ മോളിക്കുലർ ബോണ്ടിങ് എങ്ങനെയാണ്, ബോണ്ടിങ്ങിന്റെ സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി, അത് റൊട്ടേഷണൽ ട്രാൻസിഷന് വേണ്ടിയിട്ടാണ് മൈക്രോവേവ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്, ഒരു സോളിഡിന്റെ അകത്തുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്, അതിന്റെ അകത്തുള്ള ഡിഫക്ട്സ്, എലമെന്റൽ അനാലിസിസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യണം. ഇനി യു വി വിസിബിൾ എങ്ങനെയാന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ദ അബ്സോർപ്ഷൻ ഓഫ് യു വി ആൻഡ് വിസിബിൾ ലൈറ്റ് ബൈ ദ മോളിക്യൂൾസ്. നമ്മളൊരു സാമ്പിളിലോട്ട് യു വി ലൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ്, ആ ഒരു വേവ് ലെങ്തിലുള്ള ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഇവര് അബ്സോർബ് ചെയ്യും. ആ ഒരു അബ്സോർപ്ഷന്റെ ബേസിസിൽ സ്റ്റഡി ചെയ്യുന്നതിനാണ് യു വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് അബ്സോർപ്ഷൻ ഒക്കേഴ്സ് വെൻ ദ എനർജി ഓഫ് ദ ഇൻകമിംഗ് ലൈറ്റ് മാച്ചസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് എക്സൈറ്റഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റ് ഓഫ് ദ മോളിക്യൂൾ. അതായത് എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനും ഒരു സ്പെസിഫിക് എനർജി ഉണ്ടാവും. ആൻഡ് എനർജി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അറിയാം ആർക്കെങ്കിലും? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ എനർജിയുടെ ഇക്വേഷൻ എന്താ? ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. വെരി ഗുഡ്, എച്ച് ന്യൂ. കുറച്ചുകൂടെ ഇതാക്കിയിട്ട് എന്താ പറയാം, ന്യൂവിനെ സി ബൈ ലാംഡ ആക്കിയിട്ട് എച്ച് സി ബൈ ലാംഡ എന്ന് പറയാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെക്ട്രോസ്കോപ്പിയിൽ എന്ത് സ്റ്റഡി ചെയ്താലും ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നമുക്കൊരു വലിയ റിലേഷൻ കിട്ടും, ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. അപ്പൊ വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, എനർജി കുറയും. അപ്പൊ അതായത് എനർജി കൂടിയ ആൾക്കാർക്ക് വേവ് ലെങ്ത് കുറവും, എനർജി കുറഞ്ഞ ആൾക്കാർക്ക് വേവ് ലെങ്ത് കൂടുതലായിരിക്കും. നമ്മളൊരു സ്പെക്ട്രം വരയ്ക്കുമ്പോ ഫുള്ള് വേണ്ട, ഇവിടെ യു വി വരും, അത് കഴിഞ്ഞിട്ട് വിസിബിൾ വരും, അത് കഴിഞ്ഞിട്ട് IR, ഇങ്ങനെയായിരിക്കും അത് പോകുന്നുണ്ടാവും. ഇങ്ങോട്ട് പോകും തോറും വേവ് ലെങ്ത് എന്ത് ചെയ്യും അറിയോ? വേവ് ലെങ്ത്
വേവ് ലെങ്ത് കൂടും. വെരി ഗുഡ്. വേവ് ലെങ്ത് കൂടും, കറസ്പോണ്ടിംഗ്ലി എനർജി എന്തായിരിക്കും? എനർജി കുറവ്. ഇങ്ങോട്ട് പോകുന്ന ആൾക്കാർക്കായിരിക്കും എനർജി കൂടുതലും വേവ് ലെങ്ത് കുറവ്. ഓക്കെ, ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ച് കാരണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പറയുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഈസി ആയിട്ട് എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും വെച്ച്. എനർജി കുറയുന്ന ആൾക്കാർക്ക് വേവ് ലെങ്ത് കൂടുതലായിരിക്കും, എനർജി കൂടി കഴിഞ്ഞാൽ അവർക്ക് ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് വേവ് ലെങ്ത് കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മളിപ്പം കൊടുക്കുന്ന ഈ ഒരു യു വി വിസിബിൾ ആയിട്ടുണ്ടല്ലോ ഇതിന്റെ, അപ്പൊ ഇതില് ആക്ച്വലി ഈ എച്ചും സിയും കോൺസ്റ്റന്റ് ആണ്. എച്ച് എന്താ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. വാല്യൂ എത്രയാ? 6.63 into 10⁻⁻34. വെരി ഗുഡ്, -34. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, അറിയായിരിക്കും. 3 into 10⁸8 യൂണിറ്റ്. യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അതായത് 10⁸8 എടുക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് തന്നെ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ 3 lakh കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ പിടിക്കും. ഓക്കെ, എനിവേ 3 into 10⁸8. അപ്പൊ ഇത് ഇത്ര ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ ഇവിടെ ആകെ ചേഞ്ച് ആവുന്നത് ലാംഡ മതി. അപ്പൊ ലാംഡ വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് എനർജി ഡിഫറെന്റ് ആയിരിക്കും ഓരോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. ഓക്കെ, ഇനി പറഞ്ഞു വന്നത് എല്ലാ ഈ യു വി വിസിബിൾ ലൈറ്റ് എല്ലാ മോളിക്യൂൾസും അബ്സോർബ് ചെയ്യില്ല. ആരാ അബ്സോർബ് ചെയ്യുന്നത്? അങ്ങനെ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന യു വി വിസിബിൾ ലൈറ്റിന്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത്, വേവ് ലെങ്ത് മാറ്റാം, എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ആ എനർജി ഒന്നുകൂടെ നോക്കാം. ഇനി ഒരു മോളിക്യൂൾ എടുക്കുക, ആ മോളിക്യൂൾസിന് ഡിഫറെന്റ് ഓർബിറ്റ്സ് ഉണ്ടാവും അല്ലെ. അതിൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഉണ്ടാവും. ഓക്കെ, ഈ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഇലക്ട്രോൺസിന്റെ കേസാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്റ്റഡി ചെയ്യുക. ഈ അതുപോലെ ഒരു ആറ്റത്തിന് എത്ര ഷെൽസ് ഉണ്ടാവും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഷെൽസ് ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിന് എത്ര ഹയർ എനർജി, നമ്മൾ റേഡിയേഷൻ എനർജി സപ്ലൈ ചെയ്യുന്ന അനുസരിച്ചിട്ട് ഒരു ആറ്റത്തിലെ ഒരു ഇലക്ട്രോണിന്, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിന് എത്ര ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് വേണോ പോകാൻ പറ്റും. നമ്മൾ അതിനനുസരിച്ചുള്ള എനർജി കൊടുത്താൽ മതി. ആ ഇലക്ട്രോൺ ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് പോകും. ഇപ്പം ഈ ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോണിന് ഇവിടെ പോകണമെന്ന് വിചാരിച്ചോ. അപ്പം ഇവിടെയും ഇനി ഇങ്ങോട്ട് പോകും തോറും, ഹയർ ആവും തോറും എനർജി കൂടി വരും. അപ്പൊ ഇവിടത്തെ എനർജിയും ഡിഫറെന്റ് ആയിരിക്കും. ആൻഡ് ഇവിടത്തെ എനർജി ഹയർ ആയിരിക്കും, ഇവിടത്തെ എനർജി ലോ. അപ്പൊ ഇതിനെ ഔട്ടർ മോസ്റ്റ് എന്ന് പഠിക്കുക. ഇത് ഔട്ടർ മോസ്റ്റ് ആണെങ്കിൽ ഇതിന് പുറത്തോട്ടുള്ള ഷെൽസിന്റെ എനർജി കൂടുതലായിരിക്കും. അപ്പം ഇവിടുന്ന് ഈ ഇലക്ട്രോണിന് ഇവിടെ പോകണമെങ്കിൽ ഇവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഉണ്ട്. ആ എനർജി ഡിഫറൻസും നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ എനർജിയും കമ്പയറബിൾ ആയിരിക്കണം. അത് മാച്ച് ചെയ്യണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, ഇവര് അബ്സോർബ് ചെയ്യത്തുള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലാകത്തുണ്ടോ ആർക്കെങ്കിലും? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ലാസ്റ്റ് പറഞ്ഞു, ഒന്നുകൂടെ പറയോ? ഓക്കെ, നോക്കിക്കോ. ഈ പറഞ്ഞ പോലെ എല്ലാ മോളിക്യൂൾസും, നമ്മളൊരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ആറ്റത്തിനെ സ്റ്റഡി ചെയ്യുന്ന വിചാരിച്ചോ. ആ ഒരു ആറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ആ ആറ്റത്തിന് തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഷെൽസ് ഉണ്ട്. ഷെല്ലൊക്കെ അറിയാമല്ലോ, ഇലക്ട്രോൺസ് ഓക്കുപൈ ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ വരച്ചെന്നുള്ളത് സർക്കുലർ ഷേപ്പിലോ നോക്കുക. ഓക്കെ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഷെൽസ് ഉണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരു എത്ര 1 2 3 4 4 ഷെല്ലുള്ള ഒരു ആറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് എത്രയാണ് അതിന്റെ ആറ്റം? ന്യൂട്രൽ ആയിട്ടിരിക്കുമ്പോൾ ആറ്റം ഇങ്ങനെ ആയിരിക്കും. ഇനി ഈ ഇലക്ട്രോണിന് ചുറ്റും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഷെൽസ് ഉണ്ട് എന്നാണ് തിയററ്റിക്കലി നമ്മൾ പറയുന്നത്. ഇൻഫിനിറ്റ് നമ്പർ ഷെൽസ് ഉണ്ട്. നമ്മൾ കുറച്ച് എനർജി കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു ഇലക്ട്രോൺ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഈ ഷെല്ലിൽ നിന്ന് ഹയർ ഷെൽസിലോട്ട് ഇതിന് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം? 2 ഷെല്ല് ഇപ്പുറത്തുള്ള ഇതുവരെ പോകാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഓരോ ഷെൽസിനും, അതായത് ഓരോ ഓർബിറ്റിനും എന്താ സ്പെസിഫിക് എനർജീസ് ഉണ്ട്. ഇതിനായിരിക്കും ഏറ്റവും കുറവ് എനർജി. ഇങ്ങോട്ട് മുകളിലോട്ട് വരുന്തോറും എനർജി കൂടി വരും. അപ്പം ഒബ്വിയസ്ലി ഇത് പുറത്തായതുകൊണ്ട് ഇതിന് എനർജി കൂടുതലായിരിക്കും അല്ലെ, ഈ ഷെല്ലിന്. ഓക്കെ, ഈ ഷെല്ലിന് എനർജി കൂടുതലായിരിക്കും, അതുപോലെ ഇതിന് കുറവായിരിക്കും. ഇവർ തമ്മിലൊരു എനർജി ഡിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ അല്ലെ. ഇതിനിപ്പോ ഒരു വെറുതെ തിയററ്റിക്കൽ പറയണം, ഇതിനിപ്പോ ഒരു 300 ജൂൾ എനർജി ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 200 ജൂൾസ് എനർജി ഉണ്ടെന്ന് വിചാരിക്കുക. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 100 ജൂൾസ് ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഈ 100 ജൂൾസ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന EM വേവിന്റെ റേഡിയേഷനായിട്ട് മാച്ച് ആയാൽ മാത്രമേ എന്ത് ചെയ്യൂ, ഇവര് ആ ഒരു റേഡിയേഷൻ അബ്സോർബ് ചെയ്യും.
ഈ ഇലക്ട്രോൺ നമ്മൾ കൊടുക്കുന്ന ഇ എം വേവിനെ അബ്സോർബ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കമ്പയറബിൾ ആയിരിക്കണം. നിയർലി 100ന്റെ അടുത്ത് വന്നാൽ മാത്രമേ എന്ത് ചെയ്യൂ ഇവര് അബ്സോർബ് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇതാണ് തിയറി. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യൂ അതായത് എല്ലാ മോളിക്യൂൾസിനെ നമുക്ക് ഇത് വെച്ചിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഡീറ്റെയിൽ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. ഏത് മോളിക്യൂൾ വേണോ എടുത്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. സർട്ടൻ മോളിക്യൂൾസ് കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യണം. ഇനി ഇത് ഇൻസ്ട്രുമെന്റേഷൻ പാർട്ടിന്റെ അകത്ത് വരുന്നതാണ്. ഈ എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ UV ലൈറ്റും വിസിബിൾ ലൈറ്റും കൊടുക്കണമല്ലോ. അപ്പൊ അതിൽ UV ലൈറ്റ് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്യൂറ്റീരിയം ലാംപ്സ് ആണ്. ഡ്യൂറ്റീരിയം ലാമ്പാണ് UV ലൈറ്റ്. അതുപോലെ സെനോൺ ആർക്ക് ലാമ്പും യൂസ് ചെയ്യാം. അതുപോലെ വിസിബിൾ ലൈറ്റ് വെക്കാനായിട്ട് നമുക്ക് നമ്മുടെ സാധാ വീട്ടിലൊക്കെ ഫിലമെന്റ് ബൾബ് ഇല്ലേ, അതിൻ്റെ അകത്തുനിന്ന് വരുന്ന വിസിബിൾ ലൈറ്റ് ആണ്. ഒന്നുകിൽ വിസിബിൾ അല്ലെങ്കിൽ ഹാലജൻ ലാംപ്സ് യൂസ് ചെയ്യാം. സോറി, അതുപോലെ സെനോൺ ആർക്ക് ലാംപ്സ് യൂസ് ചെയ്യാം. സെനോൺ ആർക്ക് ലാമ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ വേവ് ലെങ്ത് റേഞ്ച് വരുന്നത് 180 to 800 നാനോമീറ്റർ. അത്രയും വേവ് ലെങ്തിലുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാനായിട്ട് സെനോൺ ആർക്ക് ലാമ്പിന് പറ്റും. അതുകൊണ്ട് UV ലൈറ്റ് പാസ് ചെയ്യാനും വിസിബിൾ ലൈറ്റ് പാസ് ചെയ്യാനും നമുക്ക് സെനോൺ ആർക്ക് ലാമ്പ് യൂസ് ചെയ്യാം. സ്പെസിഫിക്കലി UV ലൈറ്റ് പാസ് ചെയ്യാനായിട്ട് ഡ്യൂറ്റീരിയം ലാംപ്സ് യൂസ് ചെയ്യാം. വിസിബിൾ ലൈറ്റിന് വേണ്ടിയിട്ട് ടങ്സ്റ്റൺ അല്ലെങ്കിൽ ഹാലജൻ ലാംപ്സ് യൂസ് ചെയ്യാം. ഈ എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇലക്ട്രോണിക് ട്രാൻസിഷൻസിന്റെ ബേസിസിലാണ് നമുക്ക് ഈ അബ്സോർബൻസ് നടക്കുന്നത്. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, എളുപ്പത്തിൽ ഇങ്ങനെ പഠിക്കുക. നമുക്ക് പറയാം 2 ടൈപ്പ് ബോണ്ട് നമുക്കുണ്ട് അല്ലെ. നമ്മളിപ്പോ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഓർഗാനിക് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് വരാം, ഡബിൾ ബോണ്ട് വരാം, ട്രിപ്പിൾ ബോണ്ട് വരാം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും സിഗ്മ ബോണ്ട് ആയിരിക്കും. ഇതെല്ലാം സിഗ്മ ആയിരിക്കും. അടുത്ത് ഡബിൾ ബോണ്ട് ആയിട്ട് വരുന്നത് പൈ ബോണ്ട് ആണ്. അതിന്റെ ബാക്കി രണ്ടെണ്ണം എന്തായിരിക്കും? പൈ ബോണ്ട്സ് ആയിരിക്കും. ഓക്കെ, ഇത് ഇത്രയും ബേസിക്കലി ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചേക്കുക. ഓക്കെ, ഇത് ട്രിപ്പിൾ ബോണ്ട് നോക്കിയില്ലെങ്കിലും ഇത് നോക്കിയാൽ മതി. സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ സിഗ്മ ആയിരിക്കും. ഡബിൾ ബോണ്ട് വരുമ്പോൾ ഒരെണ്ണം സിഗ്മയും ഒരെണ്ണം പൈയും ആയിരിക്കും. ഓക്കെ, ഇനി ഓർബിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഓർബിറ്റൽ എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? എന്താണ് ഒരു മോളിക്യുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത്? ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യുന്ന. വെരി ഗുഡ്. ഇലക്ട്രോൺസ് ഒക്കെ ഒരു ഷെല്ലിൽ ഇലക്ട്രോൺ ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസിനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ഷെൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ഇത് ഒരു പൈ ഓർബിറ്റലാന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ ഇതായത് ഇവിടെ ഇലക്ട്രോൺ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഇലക്ട്രോണിനെ ഇതിൽ ഇങ്ങനെ ഈ ഒരു ഇത് വെച്ചിട്ട്, അതുപോലെ എപ്പോഴും ഇലക്ട്രോൺ ഒരു പെയർ ആയിട്ടായിരിക്കും ഇരിക്കുക. ഒറ്റയ്ക്ക് ഇരിക്കത്തില്ല. ഓക്കെ, ന്യൂട്രൽ സ്റ്റേറ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും പെയർ ആയിട്ട് ഇരിക്കുക. ഇത് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഇലക്ട്രോൺസിന് നമുക്ക് എന്ത് ചെയ്യാം? എനർജി കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ 2 ഇലക്ട്രോൺ ആണല്ലോ എന്ന് വിചാരിക്കുക. ഇലക്ട്രോൺസിന് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഹയർ എനർജി സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, ഇങ്ങോട്ട് മുകളിലോട്ട് പോകുന്തോറും എനർജി കൂടി വരും. ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ആരോ ആണ് കേട്ടോ. ഈ ഒരു ആരോ ആണ് ഒരു ഇലക്ട്രോൺ, ഇത് വേറൊരു ഇലക്ട്രോൺ. ഇവിടെ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രോണിന് ഇതിന്റെ മുകളിലോട്ടൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിലെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ്, ഒന്ന് നോൺ ബോണ്ടിങ് ഓർബിറ്റൽസ്, പിന്നുള്ളത് ബോണ്ടിങ് ഓർബിറ്റൽസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, നോക്കിയോ. ഇപ്പം അതെന്ത് മോളിക്യൂളായത്? മെഥനോൾ. ഓക്കെ, മെത്തനോൾ എക്സാമ്പിൾ ആണ്. വേറെണ്ണം നോക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഒരു എക്സാമ്പിൾ പറയാം. CH3. ഇതെന്താ? ഇതെന്താ? എത്തനോയിക് ആസിഡ്.
വെരി ഗുഡ്, എത്തനോയിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 3 സാധനങ്ങൾ കാണാൻ പറ്റും. ഈ ബോണ്ടിങ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോൺസ് ഇല്ലേ, ഈ കാണുന്ന ബോൺസ്, ഈ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഇവരൊക്കെയാണ് എന്ത് ബോണ്ടിങ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബോണ്ടിങ് ഓർബിറ്റൽസിന്റെ അകത്ത് 2 എണ്ണം വരാം, സിഗ്മയും വരാം, പൈയും വരാം. ഓക്കെ, ഇതാണ് ബോണ്ടിങ് ഓർബിറ്റൽസ്. നമ്മളൊരു മോളിക്യൂളിന്റെ അകത്തുള്ള ബോണ്ടിനെയാണ് ബോണ്ടിങ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ബോണ്ടിങ് ഓർബിറ്റൽ എന്ന് വെച്ചാൽ എന്താ, ഇലക്ട്രോൺ ഒക്കെ പറയുന്ന സിമ്പിൾ സ്പേസ്. ബോണ്ടിങ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ ഈ ബോണ്ടിൽ ഇവിടെ എവിടെയൊക്കെ ഇലക്ട്രോൺസ് ഇരിക്കുന്നു അതിനെയാണ് നമ്മൾ ബോണ്ടിങ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. നോൺ ബോണ്ടിങ് ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോൺ പെയർ എന്ന് പഠിച്ചിട്ടില്ലേ, ഈ ഒരു ബോണ്ട് എടുക്കുന്ന സമയത്ത് ഓക്സിജനിൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ നോൺ ബോണ്ടിങ് പെയർസ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് എന്ത് നോൺ ബോണ്ടിങ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഈ ഒരു സ്പേസിന് നമ്മൾ എന്ത് പറയും, നോൺ ബോണ്ടിങ് ഓർബിറ്റൽ. അത് നമ്മൾ എൻ എന്ന് റെപ്രസെന്റ് ചെയ്യും, സിഗ്മ ബോണ്ടിനെ സിഗ്മ എന്ന് പൈ എന്ന് പറയും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു ആറ്റത്തിന് ചുറ്റും എന്താണ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഷെൽസ് ഉണ്ട്. ഇതിന്റെ തന്നെ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ ഉണ്ട്. അത് നമുക്ക് മോളിക്യൂളിൽ വരയ്ക്കത്തില്ല, കാരണം ഇത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൽ ഇനി പ്രത്യേകിച്ച് ഷെൽസും ബോണ്ടും ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ ഇതിന് ഈ പറഞ്ഞ പോലെ ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ പൈയിരിക്കുന്ന ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റും, ആ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ പോവാൻ ചാൻസ് ഉള്ള ഓർബിറ്റൽസിനാണ് നമ്മൾ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ആന്റി ബോണ്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഒരു ബോണ്ടിങ്ങിൽ ഡയറക്റ്റ് ആയിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ എനർജി വാങ്ങിച്ചുകൊണ്ട് ഇലക്ട്രോൺസിന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഓക്കെ, അപ്പൊ ആ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസിന് നമ്മൾ സ്റ്റാർ ഇട്ടാണ് വിളിക്കുന്നത്. നോൺ ബോണ്ടിങ്ങിന് ഇല്ലാതെ ബോണ്ടിങ് ഇലക്ട്രോൺസിന് മാത്രമാണ്, ബോണ്ടിങ് ഓർബിറ്റൽസിന് മാത്രമാണ് ആന്റി ബോണ്ടിങ് വരുന്നത്, അത് ഹയർ എനർജി സ്റ്റേറ്റ് വരുന്നത്. അപ്പോ സിഗ്മയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആന്റി ബോണ്ടിങ് നമ്മൾ സിഗ്മ സ്റ്റാർ എന്നും, പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതിന് നമ്മൾ പൈ സ്റ്റാർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഇതില്? ഓക്കെ, ഇനി ഇവിടെ നടക്കുന്ന ട്രാൻസിഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരേപോലുള്ള ആൾക്കാർ മാത്രമേ ട്രാൻസിഷനിൽ പങ്കെടുക്കൂ. അതായത് സിഗ്മയിൽ ഇരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യില്ല, പെട്ടെന്നൊന്നും പൈയിലോട്ടൊന്നും പോകത്തില്ല. റീസൺ ഒന്നും പഠിക്കണം, നിങ്ങൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നാൽ മതി. സിഗ്മയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യില്ല, പൈയിൽ പോകത്തില്ല. സിഗ്മ എപ്പോഴും സിഗ്മ സ്റ്റാറിലോട്ടായിരിക്കും പോവുക, പൈ എപ്പോഴും എന്തായിരിക്കും, പൈ സ്റ്റാറിലോട്ടായിരിക്കും പോകുന്നത്. അതുപോലെ നോൺ ബോണ്ടിങ് ആൾക്കാർക്ക് പക്ഷെ രണ്ടിടത്തും പോകാൻ പറ്റും. നോൺ ബോണ്ടിങ്ങിൽ ഒന്ന് പൈ സ്റ്റാറിലോട്ടും പോകാൻ പറ്റും, നോൺ ബോണ്ടിങ്ങിൽ ഒന്ന് സിഗ്മ സ്റ്റാറിലോട്ടും പോകാൻ പറ്റും. ഓക്കെ, ഇവിടെ അവരുടെ ജോമെട്രിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ചാർജസും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളായിരിക്കും. ഓർബിറ്റൽ തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സിഗ്മ ടു പൈ സ്റ്റാർ പോസിബിൾ ആകുന്നത്. തൽക്കാലത്തേക്ക് എന്ത് പഠിക്കുക, സിഗ്മ എപ്പോഴും പോകുന്നത് സിഗ്മ സ്റ്റാറിലോട്ടായിരിക്കും, പൈ എപ്പോഴും പോകുന്നത് പൈ സ്റ്റാറിലോട്ടായിരിക്കും. എന്നിലുള്ള ആൾക്കാർക്ക് രണ്ടിടത്തോട്ടും പോകാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 4 ടൈപ്പ് ട്രാൻസിഷൻസ് കിട്ടും. ഇപ്പൊ സിഗ്മ ടു സിഗ്മ സ്റ്റാർ കിട്ടും, പൈ ടു പൈ സ്റ്റാർ കിട്ടും, അതുപോലെ തന്നെ എൻ ടു സിഗ്മ സ്റ്റാർ കിട്ടും, എൻ ടു പൈ സ്റ്റാർ കിട്ടും. ഇത്രയും ബേസിക്കലി ഒരു ഐഡിയ വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഇവരുടെ എനർജിയുടെ ഓർഡർ നോക്കാം. ഇനി എനർജിയുടെ ഓർഡർ നിങ്ങൾ ഇത്രയും വരയ്ക്കാൻ പഠിച്ചാൽ തന്നെ എനർജിയുടെ ഓർഡർ പഠിക്കാൻ എളുപ്പമാണ്. കാരണം നോക്കിയോ, സിഗ്മയിൽ നിന്ന് സിഗ്മ സ്റ്റാർ, ഈ ഒരു ഓർഡർ പഠിക്കുക, സിഗ്മ പൈ എൻ പൈ സ്റ്റാർ സിഗ്മ സ്റ്റാർ. ഓക്കെ, ഇനി സിഗ്മയിൽ നിന്ന് സിഗ്മ സ്റ്റാറിലോട്ട് പോകണമെങ്കിൽ എന്താണ് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണ്ടേ? ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണമെങ്കിൽ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത്. ഓക്കെ, സിഗ്മ ടു സിഗ്മ സ്റ്റാർ ആണ് എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത് ഇവിടെയാണ്. അപ്പൊ വേവ് ലെങ്തിന്റെ കേസ് എങ്ങനെയായിരിക്കും, ഏറ്റവും കുറവ് വേവ് ലെങ്ത് വരുന്നത് ഈ ഒരു ട്രാൻസിഷൻ ആയിരിക്കും. സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ആയിരിക്കും ഏറ്റവും കുറവ് വേവ് ലെങ്ത് കണ്ടുവരുന്നത്. ഇനി രണ്ടാമത് വരുന്ന ഏതായിരിക്കും, എൻ ടു സിഗ്മ സ്റ്റാർ ആണ്. എൻ ടു സിഗ്മ സ്റ്റാർ ആണ്. ആ ഒരു ഡിസ്റ്റൻസ് നോക്കുമ്പോൾ മനസ്സിലാവും അല്ലെ, എൻ ടു സിഗ്മ സ്റ്റാർ ആയിരിക്കും രണ്ടാമത്. പിന്നെ വരുന്നത് പൈ ടു പൈ സ്റ്റാറും, പിന്നെ വരുന്നത് എൻ ടു പൈ സ്റ്റാർ ആയിരിക്കും. അപ്പൊ പൈ സ്റ്റാറിലോട്ട് പോകുന്ന ട്രാൻസിഷൻസിനായിരിക്കും എനർജി കുറവും വേവ് ലെങ്ത് കൂടുതലും. ഓക്കെ, ക്വസ്റ്റ്യനിൽ അത് വരാം കേട്ടോ, ഇതിന്റെ ഓർഡർ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഒരു രീതിയിലായിരിക്കും അതിന്റെ ഓർഡർ വരുന്നത്, സിഗ്മ ടു സിഗ്മ സ്റ്റാർ, എൻ ടു സിഗ്മ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ ആൻഡ് എൻ ടു
പൈസ്റ്റർ. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് തന്നെ 4 ടൈപ്പ് ട്രാൻസിഷൻസിലും നമ്മുടെ യു വി വിസിബിൾ റേഞ്ച് എക്സാക്ട്ലി നമുക്ക് കിട്ടുന്നത് ഈ 2 മാത്രമായിരിക്കും. പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസിലും എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസിലും മാത്രമായിരിക്കും നമുക്ക് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ചിട്ട് അബ്സോർബൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതൊക്കെ ആക്ച്വലി ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഇപ്പൊ നമുക്ക് ഇത് നോക്കുമ്പോൾ പറയാം 120 to 200. നമ്മള് യു വി വിസിബിളിന്റെ റേഞ്ച് വരുന്ന ഏകദേശം 200 to 800 ആണ്. ഇതൊക്കെ വാക്യൂം യു വി എന്നാ പറയണത്. ഇതിന് ആക്ച്വലി ഈ ഒരു പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ നടന്നാലും ആ ഒരു ട്രാൻസിഷൻ നടക്കുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യില്ല, നമ്മൾ കൊടുക്കുന്ന വേവ് ലെങ്ത് അക്സെപ്റ്റ് ചെയ്യില്ല. അതിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല, റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. എൻ ടു പൈ സ്റ്റാർ വളരെ റയർ കേസസിൽ കിട്ടും, എന്നാലും കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് യു വി വിസിബിൾ റേഞ്ചിൽ വരുന്ന ഏതാണ്, 200 to 400 നാനോമീറ്ററിൽ വരുന്ന പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസും ഏകദേശം 250 to 600 നാനോമീറ്ററിൽ വരുന്ന എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസും ആയിരിക്കും കോമൺ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ്, അപ്പം അവിടെ നോൺ ബോണ്ടിങ് ഓർബിറ്റൽസ് വേണം. അപ്പൊ നോൺ ബോണ്ടിങ് ആയിട്ടുള്ള, അതായത് ലോൺ പെയർസ് ഉള്ള മോളിക്യൂൾസിനായിരിക്കും ലോൺ പെയറും അതുപോലെ പൈ വരണമെങ്കിൽ അവിടെ എന്ത് വേണം, ഡബിൾ ബോണ്ട് വേണം. ലോൺ പെയറും ഡബിൾ ബോണ്ടും ഉള്ള ഇലക്ട്രോൺസ്, ലോൺ പെയറും പൈ ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസ് ആയിരിക്കും ജനറൽ ആയിട്ട് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി കാണിക്കുന്നത്. അതും ക്വസ്റ്റ്യൻ ആണ്. 4 മോളിക്യൂൾ തന്നിട്ട് ഇതിൽ ഏതായിരിക്കും യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി കാണിക്കുക, അല്ലെങ്കിൽ യു വി വിസിബിൾ ലൈറ്റ് അബ്സോർബ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അവിടെ എന്തുണ്ടാകണം, എന്തായാലും ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലോൺ പെയർ ഉണ്ടെങ്കിൽ അവരായിരിക്കും എന്ത് ചെയ്യുക, യു വി ലൈറ്റ് അല്ലെ യു വി വിസിബിൾ സ്പെക്ട്രം അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, കോൺജുഗേറ്റ് വരുന്നതിനകത്ത് ഇത് വരുന്നുണ്ട്. കോൺജുഗേഷന്റെ അത് എന്തായാലും ഡബിൾ ബോണ്ട് വരില്ലേ, നമ്മൾ അങ്ങോട്ട് പഠിക്കും. കോൺജുഗേഷനെ പറ്റി പറയുന്നുണ്ട്. യു വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ വേവ് ലെങ്തിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഡബിൾ ബോണ്ടും ഈ സാധനം ലോൺ പെയർസും ഉണ്ടോ എന്ന് നോക്കുക. ലോൺ പെയർസും നിർബന്ധമൊന്നുമില്ല, ആക്ച്വലി ഡബിൾ ബോണ്ട് ഉണ്ടായാൽ മതി, കോൺജുഗേഷൻ ഉണ്ടായിരുന്നാൽ മതി. അതായത് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ നടന്നാലും നമുക്ക് ഇത് കിട്ടുമല്ലോ, ഡബിൾ ബോണ്ട് മാത്രം മതി. കുറച്ചുകൂടെ നന്നായിട്ട് അബ്സോർബൻസ് കിട്ടണമെങ്കിൽ ലോൺ പെയർ ഇവിടെ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇനി ലോൺ പെയർ ഉണ്ടോന്ന് എങ്ങനെ അറിയാ, മെയിൻ ആയിട്ട് നമുക്ക് ലോൺ പെയർ തരുന്ന ആൾക്കാർ ഒന്ന് ഓക്സിജൻ, ഒന്ന് നൈട്രജൻ. വേറെ ആരാ ഉള്ള, വേറെ ആരാ എക്സാമ്പിൾസ് പറഞ്ഞ? ഹലോ, ലോൺ ബേസിന്റെ എക്സാമ്പിൾ പറഞ്ഞു. വേറെ ഏതൊക്കെ മാറ്റത്തിലാണ് ലോൺ ബേസ് വരുന്നത്? ഫ്ലോറിൻ. വെരി ഗുഡ്. ഹാലജൻസിൽ എല്ലാത്തിലും വരും കേട്ടോ, 3 പേർ വെച്ചിട്ട് വരും. വേറെ ക്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ ഇവരിൽ എല്ലാവരിലും എന്ത് ചെയ്യും, ലോൺ ബേസ് വരും.